ഞാൻ സാനിയിലേക്ക് വീണ്ടും പോകുന്നു. സാനിയോ, ഇപ്പോൾ കൂടുതൽ ബൂത്തുകളിൽ ഈ തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലുള്ള ബൂത്തുകളിൽ അല്ലാത്തിടത്ത് ഈ തരം ക്രമക്കേട് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത അതുകൂടി പരിശോധിക്കേണ്ടതല്ലേ? 113 ബൂത്ത് എങ്ങനെയാണ്? 113 ബൂത്ത് അത് പിരായിരി മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ കക്ഷികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള സ്ഥലമാണ് പിരായിരി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറയാൻ കഴിയുന്നത് കൂട്ടിച്ചേർത്ത വോട്ടുകളുടെ പട്ടികയിലാണ് ഈ പേരുകൾ അധികവും വരുന്നത് എന്നുള്ളതാണ്. കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായും ചേർക്കാറുള്ളത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ വ്യാപകമായി 30 വയസ്സിന് മേലെ, 40 വയസ്സിന് മേലെ, 50 വയസ്സിന് മേലെ, വൃദ്ധർ, ഇവരെയൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്നതായും ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട്. അത് എന്തിനാണ് അങ്ങനെ കൂട്ടിച്ചേർത്തത് എന്നുള്ള സംശയവും ബാക്കിയാവുന്നുണ്ട്. ഏതായാലും റോഷിപാൽ പറഞ്ഞതുപോലെ ഈ പേര്, അതുപോലെ അച്ഛൻ്റെ പേര്, വീട്ടു നമ്പർ ചിലതിലില്ല, ചിലതിൽ വീട്ടു നമ്പർ ഉണ്ട്, ചിലതിൽ വീട്ടുപേര് മാത്രമേ ഉള്ളൂ, വീട്ടു നമ്പർ ഇല്ല, പ്രായം, ലിംഗം, ഈ കാര്യങ്ങളൊക്കെയും ഒരേപോലെയാണ്. പക്ഷേ ID കാർഡ് നമ്പർ വ്യത്യസ്തമായിരിക്കുന്നു. അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. അതിലാണ് നമുക്കും സംശയമുള്ളത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ കാർഡ് നമ്പർ വ്യത്യാസമാകുന്നത് എന്നുള്ളതാണ്. ചില ഫോട്ടോകൾ മൊബൈലിൽ നിന്ന് എടുത്തതുപോലെ, ഒരേ ഫോട്ടോ തന്നെയാണ്, പക്ഷേ ഒന്ന് ചെരിവും ചിലത് മൊബൈലിൽ നിന്ന് എടുത്തതുപോലെയും തോന്നിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. പക്ഷേ ഫോട്ടോ ഒന്ന് തന്നെയാണ് ഈ പട്ടികയിൽ. പക്ഷേ എല്ലാ പട്ടികയിലും അങ്ങനെയല്ല. നാളെ മുതലുള്ള അന്വേഷണത്തിൽ നമുക്ക് ആ പട്ടികകൾ പലതും ഇന്നലെ രാത്രിയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഘട്ടം ഘട്ടമായി അവ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നലെയൊക്കെ കണ്ട അന്വേഷണത്തിൽ ഫോട്ടോകൾ വ്യത്യസ്തമുള്ളതുണ്ട്. ചിലയിടത്ത് വീട്ടുപേരില്ല, പകരം വീട്ടു നമ്പർ മാത്രം. ചിലയിടത്ത് വീട്ടു നമ്പർ ഇല്ല, വീട്ടു നമ്പർ 0 ഉള്ളത് പോലുമുണ്ട്. മാത്രമല്ല ചിലയിടത്ത് സ്ത്രീകളുടെ പേരിന് നേരെ പുരുഷന്റെ ഫോട്ടോ ഉള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ, പലതരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയ ഒരു പട്ടിക. ഇത് കടന്നുകൂടിയതാണോ, ബോധപൂർവമായി കടത്തിക്കൂട്ടിയതാണോ എന്നുള്ള കാര്യം പോലും അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു അട്ടിമറിക്ക് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും ഇങ്ങനെ ചേർക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ വ്യാപകമായി ഈ വോട്ടർ പട്ടികയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പാലക്കാട് എന്നുള്ളതിൽ സംശയമുണ്ട്. അത് അന്വേഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് ചോദിക്കാൻ വേണ്ടി നമ്മൾ ജില്ലാ കളക്ടറെ സമീപിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും പരിശോധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് രാവിലെ ഇക്ബാൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുമായി സംസാരിച്ചിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇനി നമുക്ക് മുൻപിലുള്ളത്, ഇന്നിപ്പോൾ 15-ാം തീയതിയാണ്, നമുക്ക് മുൻപിൽ വളരെ കുറച്ച് 5 ദിവസം കൊണ്ട് ഇതെങ്ങനെ പരിശോധിക്കും, ഈ വോട്ടുകൾ എങ്ങനെ ഒഴിവാക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. ആർക്കാണ് വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെ നടപടിയെടുത്ത് തന്നെ പോകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം BLOമാർ ഇങ്ങനെ ബോധപൂർവം ചെയ്തിട്ടുണ്ടെങ്കിൽ BLOമാർക്കെതിരെ നടപടിയെടുത്ത് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കേസും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നാണ് നേരത്തെ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി അടക്കം സംസാരിക്കുമ്പോൾ പറഞ്ഞത്. നിയമപരമായി നേരിടും, മറ്റൊരു തരത്തിൽ നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യം നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് അവർ പരാതി കൊടുത്തിട്ടുണ്ട്.